നവീകരിച്ച തഴവ സർവീസ് സഹകരണ ബാങ്ക് ഓഗസ്റ്റ് 1 മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്യും. ആധുനിക സാങ്കേതിക സൗകര്യങ്ങളോടെയാണ് സർവീസ് സഹകരണ ബാങ്ക് പുനർനിർമ്മിച്ചിട്ടുള്ളത്. കോർ ബാങ്കിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. നവീകരിച്ച തഴവ സർവീസ് സഹകരണ ബാങ്കിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 1 വൈകിട്ട് 4 നടക്കും. മന്ത്രി എം ലിജു നവീകരിച്ച ബാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. CR മഹേഷ് MLA അധ്യക്ഷത വഹിക്കും. നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം ജില്ലാ ബാങ്ക് മുൻ പ്രസിഡന്റ് KC രാജനും പുതിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദും കോർ ബാങ്കിംഗ് സംവിധാനം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ PR വസന്തനും നിർവഹിക്കും. കോർ ബാങ്കിംഗ് ഉൾപ്പെടെ ന്യൂ ജനറേഷൻ ബാങ്കുകളോട് കിടപിടിക്കുന്നതോ ഒപ്പം നിൽക്കുന്നതോ ആയ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പാവുമ്പാബി അനിൽ, ഭരണസമിതി അംഗങ്ങളായ VT അനിൽകുമാർ കൈമജേത്ത, അനിൽ വാഴപ്പള്ളിൽ, അഡ്വക്കേറ്റ് P ബാബുരാജ്, ബാബു കൃഷ്ണൻ, G കേശവപിള്ള കാഞ്ഞിലേത്ത, മണപ്പള്ളി നൌഷാദ, KN നൌഫൽ, രാജേന്ദ്രൻ, രുക്മിണി അമ്മ, E ശംസുദ്ദീൻ, ശൈലജ, ഷീബ ബിനു, ബാങ്ക് സെക്രട്ടറി ബിന്ദു എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. ജീവിക്കുന്ന അവശത അനുഭവിക്കുന്ന അക്ഷരരായ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഗ്രാമീണ ജനതകൾക്കും എപ്പോഴും പിന്തുണയും സഹായവുമായി നിൽക്കുന്നത് കേരളത്തിലെ സഹകരണ സ്ഥാനങ്ങളാണെന്ന സത്യം നാം വിസ്മരിക്കാൻ പാടില്ല. അത് തന്നെയാണ് തഴവയെ സംബന്ധിച്ച് തഴവ സർവീസ് സഹകരണ ബാങ്കിന്റെയും പ്രസക്തി. ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ച് ആ നാടിന്റെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് സഹകാരികളുടെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ ബാങ്ക് ലക്ഷ്യം വയ്ക്കുന്നത്. ഞങ്ങളുടെ പുതിയ ഭരണസമിതി 2024 ഓഗസ്റ്റ് 1 ചുമതലയേറ്റ ഭരണസമിതിയാണ് ഇപ്പോൾ ആ ബാങ്കിന്റെ ഭരണസാരഥ്യം വഹിക്കുന്നത്. ബാങ്കിന്റെ കെട്ടിലും മട്ടിലും ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് അല്ലെങ്കിൽ അത്തരം സൗകര്യങ്ങൾ, കോർ ബാങ്കിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ബാങ്കിംഗ് രംഗത്ത് കടന്നു വരേണ്ട ആവശ്യകതയെപ്പറ്റി ഞങ്ങൾക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ തഴവ സർവീസ് സഹകരണ ബാങ്കിനെ നവീകരിച്ച് നിലവിലുള്ള കെട്ടിടത്തിനെ സമൂലമായ മാറ്റം വരുത്തി താഴത്തെ നിലയിൽ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഈ വരുന്ന 1-ാം തീയതി നാടിന് സമർപ്പിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം ലിജു ആണ് ആ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഒപ്പം ബാങ്കിന്റെ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അത് മുൻ ജില്ലാ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ KC രാജൻ അവർകളാണ്. ഒപ്പം ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ചടുലമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു വാഹനം പുതുതായി വാങ്ങിയത്, അതിന്റെ ഭാഗകർമ്മം DCC പ്രസിഡന്റ് ശ്രീ P രാജേന്ദ്രപ്രസാദ് നിർവഹിക്കുന്നു. ഓഗസ്റ്റ് മാസം 1-ാം തീയതി അധികാരമേറ്റ പുതിയ ഭരണസമിതി അതിന്റെ 2-ാം വാർഷിക ദിനമായ 2026 ഓഗസ്റ്റ് മാസം 1-ാം തീയതി അതിന്റെ പുതിയ കെട്ടിടത്തിന് ഉദ്ഘാടനം നടത്താൻ കഴിയുക എന്നുള്ളത് ഞങ്ങളുടെ തഴവ സർവീസ് സഹകരണ ബാങ്കിന്റെ ബോർഡ് അംഗങ്ങളുടെ ഒരു കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമാണ് നടന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സഹകാരികളും അതിൻ്റെ അംഗങ്ങളും എല്ലാവരും തന്നെ ഞങ്ങളുടെ ഈ സഹകരണത്തിനും അവരുടെ കൂടുതലായിട്ടുള്ള സഹകരണങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ അധികാരം ഏൽക്കുമ്പോഴാണ് നല്ല രീതിയിലുള്ള കുടിശ്ശിക ഉണ്ടായിരുന്നു. ആ കുടിശ്ശികളുടെ ഏറെക്കുറെ തന്നെ ഈ സഹകാരികളും അതിൻ്റെ അംഗങ്ങളും എല്ലാവരും തന്നെ ഞങ്ങളോട് സഹകരിച്ച് അതിൻ്റെ കടബാധ്യതകൾ ഏറെക്കുറെ തീർത്ത് ഇപ്പോൾ ആ സംഘം വളരെയേറെ ലാഭത്തിൽ എന്നൊരു അവസരത്തിലാണ് ഞങ്ങൾക്ക് ഈ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നത്. അതിന് നാട്ടുകാരായ എല്ലാവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.